നൽകി പീഡിപ്പിച്ചു, എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ന്യൂസ് കാണാം, എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു. എനിക്കൊരു മകളാണ്. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചെയ്തതിന് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഒക്കെ കണ്ട് ഡാനി വീഡിയോ കൊള്ളാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ VD സതീശനെ കേരളത്തിലെ ജനങ്ങള്, അതായത് രാഷ്ട്രീയക്കാരും എല്ലാവരും, ഇപ്പൊ സോഷ്യൽ മീഡിയ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം സതീശൻ മതി സതീശൻ മതി സതീശൻ മതി, രാഹുൽ ഗാന്ധിക്ക് മെസ്സേജ് അയക്കുന്നു, മെയിൽ അയക്കുന്നു, ലെറ്റർ അയക്കുന്നു, കമന്റ് ഇടുന്നു, ഭയങ്കര സപ്പോർട്ട്. ഒരു 3-4 മാസം മുമ്പല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഇതേ ജനങ്ങൾ തന്നെ രാഹുലിന് വേണ്ടി നിന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം അതെന്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാര് പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാനി ഇടയ്ക്കൊക്കെ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു. പൊളിറ്റിക്സിലൊക്കെ ഉള്ള ഒരാളാണ്, ആക്റ്റീവ് അല്ല, പക്ഷേ നമുക്ക് അതിലെ എന്താ പറയണ്ട, MLA ഉള്ള ആൾക്കാരെ അറിയാം, അടുത്ത ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ ആണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലാണ് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ കിട്ടും. ഈ പറയുന്ന ന്യൂസുകാർക്ക് കിട്ടുന്ന പോലുള്ള അതിനേക്കാളും എന്താ പറയണ്ടേ, ഒരു ദിവസം മുമ്പ് നമുക്ക് കാര്യം അറിയാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. എലക്ഷൻ സമയമാകുമ്പം ഒന്ന് വെച്ചാൽ VD സതീശൻ്റെ ആ ഒരു തീരുമാനം നല്ലതാണ്. കാരണം അല്ലെങ്കിൽ രാഹുലിനെ കൊണ്ട് അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് വേറെ രീതിയിൽ പോയാൽ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ശോഭയാണ് പാലക്കാട്. അത് പിന്നെ അറിയാലോ, അവരൊക്കെ ഏതൊക്കെ രീതി വളച്ചൊടിക്കും. സ്ത്രീകൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ്, അവനെ നിർത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ ആ കോൺഗ്രസ് ഇലക്ഷന് 2 മാസം മുമ്പ് ഈ പറഞ്ഞ രാഹുലിനെ പുറത്താക്കി. അതുകൊണ്ട് ഏത് പാർട്ടിക്കാർ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആണെങ്കിലും ശരി, ഇന്ന പോലെ രാഹുലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ഒഴിഞ്ഞു പോവാം. മീഡിയക്കാർ വരുമ്പോഴാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ അത് സതീശൻ കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര വെറുപ്പായി പോയായിരുന്നു ആ ഒരു സമയത്ത്. പിഷാരടിയെ കൊണ്ട് നിർത്തിയപ്പോഴാണെങ്കിൽ പോലും ഞാൻ അന്തം വിട്ടുപോയി. അയ്യോ പണി പാളി. കാരണം ശോഭാ സുരേന്ദ്രനാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. പിന്നെ പിഷാരയുടെ സംസാര രീതിയും ആൾക്കാരോടുള്ള പെരുമാറ്റം, ആൾക്കാർ തിരിച്ചറിഞ്ഞു സിനിമയല്ല റിയൽ ലൈഫ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ശോഭയുടെ കുറച്ച് പണത്തിന്റെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും കുറച്ച് കള്ളങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ഞാനൊരു കാര്യം കൂടി ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ആ വിളിച്ച വ്യക്തിയോടും പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, പല നേതാക്കന്മാരുമായിട്ട് രാഹുൽ സംസാരിച്ചിട്ടുണ്ട്. തിരിച്ച് കോൺഗ്രസിലോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിവാദമായിരിക്കും. ഈ പറഞ്ഞ SFI DYFI നേതാക്കന്മാരെല്ലാവരും കൂടെ സമരവും ഇതും തൊഴിയൊക്കെ ഉണ്ടാക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അത് വേറെ കാര്യം. കാരണം പെണ്ണുപിടിയെയാണ് കൊണ്ടുവന്നതെന്നും പറഞ്ഞിട്ടുള്ള രീതിവന്മാരുമാണെങ്കിൽ സമരം ഉണ്ടാക്കും. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നിരപരാധിയായെന്ന് തെളിഞ്ഞ ഉടനെ അദ്ദേഹം തിരിച്ചു വരും. പിന്നെ ഞാൻ അന്ന് ഇലക്ഷൻ സമയത്ത് അറിഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആർക്കും ഒരു ദേഷ്യമില്ല, പുള്ളിയുടെ ഒരു മനുഷ്യരോടും ദേഷ്യമില്ല. VD സതീശൻ വരെ സംസാരിച്ചതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇന്നലെ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു. ശ്യാമ ബിബിൻ എന്നാണ് അവരുടെ പേര്. അവർ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്, ഈ പീഡനം സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് കേൾക്കണം. അത് മാത്രമല്ല, VD സതീശന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഭയങ്കര PR ആണ് ചെയ്യുന്നത്. ഒരമ്മ സത്യപ്രതിജ്ഞ സമയത്ത് ഒരമ്മ കാണാൻ വന്നായിരുന്നു. അതെല്ലാം PR-ന്റെ ഭാവമാണ്, അഭിനയമാണ് എന്നുള്ള രീതിയിൽ. ഞാൻ എൻ്റെ ഒരു റീൽ ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. ഞാൻ അതിനകത്തും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഭിനയം 10 വർഷം നിങ്ങളുടെ പാർട്ടി ഇതുപോലെ കാണിച്ചായിരുന്നല്ലോ, നിങ്ങളുടെ പാർട്ടി ഭരിച്ചായിരുന്നല്ലോ. ആ സമയത്ത് കടക്ക് പുറത്ത് മലത്തിയടി മറ്റേ മറിച്ച് ആ മാതിരി ആറ്റിറ്റ്യൂഡും സംസാര രീതികളും ഒക്കെ ആയിരുന്നല്ലോ. ഓക്കെ, കോൺഗ്രസ് ഇപ്പോൾ PR എങ്കിൽ PR. ഇത് കണ്ടിട്ടാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടല്ലോ, അതറിഞ്ഞാൽ മാത്രം മതി. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം ഈ അന്തം കമ്മികളോട് പറഞ്ഞാൽ നമ്മുടെ തല പുണ്ണാക്കാകത്തേ ഉള്ളൂ. എന്നാലും ആ പെണ്ണ് പറയുന്ന ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്ബും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഫേസ്ബുക്കിലോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലോ കാണുന്നെങ്കിൽ സബ്ബും കൂടെ ചെയ്യുക. എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. വീഡിയോ കാണാം. അവൾ എന്നോട് എന്റെ മോൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാം, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളൊന്നും ചോദിച്ചു തുടങ്ങി. ഇത് കാണിക്കുന്നത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക, പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെയും കിടന്നില്ല. സത്യം, ആണുങ്ങളുടെ ഫോട്ടോ എല്ലായിടത്തും വരും, പക്ഷെ പെണ്ണുങ്ങളെയോ വരുവോ? ഇല്ല. ഇത് കേക്ക്. ഒരു തൊലിഞ്ഞ മറുപടി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ എന്താ പറയാ, ഇവനെന്താ പറയാ, നിങ്ങളെ തന്തയ്ക്ക് പറയണോ? നിങ്ങൾ പറ. ഇതുപോലുള്ള പല തന്തയ്ക്ക് പറക്കാത്ത ആണുങ്ങളാണ്. ആണുങ്ങളുടെ ഫോട്ടോയൊക്കെ ഈ ന്യൂസ് പേപ്പറിലും അവിടെയും ഈ ലോകത്ത് വരുന്നതിന് കുഴപ്പമില്ല. ആണുങ്ങൾ എന്തും ഫേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇടാ, അവർക്കും ഉണ്ടടാ, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. നീ അതൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീയാണുള്ളത്, അമ്മ, അനീതിമാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചേച്ചിമാരുണ്ടെങ്കിലോ അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും അവരിറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിരപരാധികൾ
അതാദ്യം മനസ്സിലാക്കുക. അതിനുള്ള ബോധമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒന്നും ഒരു കംപ്ലൈന്റ് എടുക്കുക, ചേട്ടൻ എന്നെ തിരിപ്പിച്ചു. ചേട്ടന്റെ ഫോട്ടോ ലോകം അവന്റെ പറയാ ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത് ചേട്ടന്റെ മക്കൾ, അവരെ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴേ ഞാൻ കേസ് കൊടുത്തുന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ഡ്രോമ, ഭയങ്കര ഡ്രോമ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തി, ചെയ്ത വ്യക്തി, അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം. അല്ലെങ്കിൽ രണ്ടുപേരും കേസ് തരുന്നവരെ കാണിക്കാൻ പാടില്ല. പോയിന്റ് അല്ലേ അവര് പറഞ്ഞത്? പക്ക പോയിന്റ് അല്ലേ അവര് കറക്റ്റായിട്ട് പറഞ്ഞത്? ഇത് ആണുങ്ങളെ മാത്രം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത് ഒരു പെണ്ണ് വന്നിട്ട് പീഡനം എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. 10, അതായത് അവിടെ റൂം എടുത്ത് ഇവിടെ റൂം എടുത്ത് എന്നെ 10 വട്ടം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ആ കുട്ടീനെ 10 വട്ടമാണ് പീഡിപ്പിച്ചതെന്ന് പറയും. പക്ഷെ സത്യാവസ്ഥ എന്താണ്? പരസ്പര സമ്മതത്തോടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി കഴിഞ്ഞിട്ട് അവസാനം കിടക്കുന്നു. ഒരു വഴക്കിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇമ്മാതിരി വർത്താനമായിട്ട് ഇറങ്ങും. അവർ സത്യം പറയാം. ഇന്നിപ്പോൾ അവർ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വാചകം. പക്ഷെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് ആരുമില്ലായിരുന്നു സംസാരിക്കാനാ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വി ഡി സതീശന്റെ ഒരു വീഡിയോ, ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം. ഈ ഒരു വീഡിയോ പോലെ വീഡിയോ ഒന്ന് കാണണേ. ഒന്ന് സൗണ്ട് കുറയ്ക്കട്ടെ, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് അടിക്കും. ആ അമ്മ നടന്നു വരുന്നുണ്ടോ? ആ അമ്മ നടന്നു വരുന്ന ഒരു വീഡിയോ. ഇതാണ് PR എന്ന് പറയുന്നത്, കുറേ എണ്ണം. ആ അമ്മ അവിടെ നടന്നു പറയുമ്പോൾ അതായത് ഫ്രണ്ടിൽ കസാരയൊന്നുമില്ല. അപ്പൊ സതീശനാണ് അവിടെ പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് അവിടെ കസാരയുണ്ട്, കസാര കൊണ്ട് കൊടുക്കാനാണ്. അപ്പൊ അങ്ങനെ അവിടെ പോലീസുകാരാ കൊണ്ട് കൊടുത്ത. പോലീസിന്റെ ഒക്കെ ചിരി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ആ അമ്മ എന്നിട്ട് ആ അമ്മയ്ക്ക് എല്ലാവരും മക്കളെ പോലെ അല്ല, അവരുടെ രീതി കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ തൊട്ടുമൊക്കെ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അത് കണ്ടു കാണുമല്ലോ. ആ അമ്മ അവിടെ ഇരിക്കുകയും ചെയ്ത്. ഇപ്പൊ കണ്ടോണം വി ഡി സതീശന ഇതുപോലൊരു മുഖ്യമന്ത്രി എവിടെയെങ്കിലും കിട്ടുമോ? ഇതൊക്കെ അഭിനയമാണെങ്കിൽ അഭിനയം അങ്ങനെയെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ വേറൊരുത്തം കാണിച്ചു കൂട്ടിയതൊക്കെ എന്താണ്? കണ്ടു നോക്ക്. അവിടെ ഇരിക്കുന്നുള്ള രീതിയില്ല. ഒരുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ലാലേട്ടനൊക്കെ വന്ന സമയത്ത് ആ അമ്മ കൈയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന ഒരു സീനുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ഒരു വള്ളിയാവും. കണ്ടോ വി ഡി സതീശനെ മക്കളെ ചേർത്ത് പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്തോട്ട് പോകുന്നതൊക്കെ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. അങ്ങനെ പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാനൊരു അബദ്ധം പറഞ്ഞിട്ട് തോന്നിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ എൻ്റെ വായനൊരു ഇത് വീണിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി പാർട്ടി വിട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും പുള്ളി പഴയ SFIക്കാരനാണല്ലോ. ഞാൻ അത് വെച്ചൊരു സംസാരിച്ച് ഞാൻ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഭാഗത്തൊരു ചെറിയ മിസ്റ്റേക്ക് പോലും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും ഒരു ഇത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീട്ടിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ പറയുകയാണ്. ഓക്കെ, നല്ല രസമുണ്ട് അത്. ഇത് കഴിഞ്ഞിട്ട് ഇതേ രീതിയിൽ തന്നെ ലാലേട്ടൻ്റെ കുറച്ച് സ്പീച്ച് ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ത് പറയണം എന്ന് എനിക്ക് ഒരു കൃത്യമായ ഒരു രൂപമില്ല. എന്നാലും ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാർ ഇപ്പോൾ അറിയുന്നുണ്ടാവാം. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. ആദ്യത്തെ സംഭവമാണ്. ഞാൻ പോലും കരുതിയില്ല കേട്ടോ ഈ മനുഷ്യനെ അവസാനത്തെ 5 മാസം തൂക്കി. ഞാൻ രാഹുലിന്റെ വിഷയത്തിലൊക്കെ ഈ സതീശനെ ഭയങ്കര വെറുപ്പായിരുന്നു എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ. കുറെ കാര്യത്തിലൊക്കെ എൻ്റെ വായിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ വന്ന സമയത്ത് തൊട്ട് നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കോൺഗ്രസ് ജയിക്കുക. നമുക്ക് എന്താ പറയണ്ടേ, ഫ്രീഡം വേണം, കോൺഗ്രസ് ജയിക്കുക. ഒറ്റ ഒരു മൈൻഡിലായിരുന്നു പിന്നെ സംസാരവും കാര്യങ്ങളും ഒക്കെ. പറവൂരിന് മാത്രമല്ല കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ വി ഡി സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമർ ആവാതെ തരമില്ല. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന്
വേറൊരു ക്ലിപ്പ് കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ അതായിരുന്നു ആദ്യം വെക്കേണ്ടത്, അതും കൂടെ വെക്കാം. കേരളം നേരിടുന്ന പല പല വെല്ലുവിളികളെ കുറിച്ച് മുമ്പ് ഞാൻ എന്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളം അടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ ഒരിടത്ത് വായിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് ഒതുങ്ങി ജീവിതം തകർന്ന് കഴിയുന്നവർ. ഈ രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എന്റെ ആകുലതകളായി വെക്കുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും. മറ്റൊന്ന് മയക്കുമരുന്നാണ്. നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് എന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് അത് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പം സ്കൂളിലാണെങ്കിലും എങ്ങനെ പോയാലും ഒരു 8ാം ക്ലാസ് മുതൽ ഒരു +2 ഒരു 10-21 വയസ്സ് ആ റേഞ്ചിലുള്ള പിള്ളേർ നല്ല രീതിയിൽ ഇത് അഡിക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഭയങ്കര ഇത് അടിക്കാതെ അവന്മാർക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളാണ് സത്യം പറഞ്ഞിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അതിനുള്ള കാര്യങ്ങളെല്ലാം ജൂൺ 1 മുതൽ തുഫാനാക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു പോകണമെന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം വരും, വെയിറ്റ് ചെയ്യുക. അതും കൂടെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ട, 100% എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 95% മാത്രം. പിന്നെ അതുപോലെ തന്നെ കേരളം ഒരുപാട് മാറാനിരിക്കുന്നുണ്ട്. റോഡുകൾ അതും ഇതും എല്ലാം മറ്റ് 10 വർഷം കൊണ്ട് അവരെ കൊണ്ട് എന്ത് പറ്റിയില്ല അത് നമ്മൾ ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ 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 ബൈ.